അങ്ങനെ ഈ പറഞ്ഞ ഒരു വെൻഡോ ഞങ്ങൾ പോയി കണ്ടുപിടിച്ചു. ഒരു സിംഗിൾ ഓണർ വണ്ടി, ഒരു 1.5 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടിയതായിരുന്നു. കുറച്ച് തട്ടുമുട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഷോറൂമിൽ തന്നെ പണിതുമായിരുന്നു. പക്ഷെ അതെനിക്കൊരു കൺസേൺ ആയിരുന്നില്ല. അങ്ങനെ ഞാൻ ആ വണ്ടി 2.10 അവർ വില പറഞ്ഞു. ഞാൻ ലാസ്റ്റ് 2.5 തരാമെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും അവരത് പറഞ്ഞു ആ വിലയ്ക്ക് കൊടുക്കത്തില്ല. എന്നിട്ട് ലാസ്റ്റ് ഞാനാണല്ലോ ഈ പറഞ്ഞൊരു വീട്ടിൽ ചെന്നിട്ട് 2.10 ആണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവർ ആ വണ്ടി കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഫുള്ളൊരു ബാഡായി, ഒന്നും കിട്ടുന്നുമില്ലല്ലോ, എന്താ ഈ അവസ്ഥ, അപ്പം തന്നെ എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയുള്ള ഭയങ്കര ചിന്തകളെല്ലാം മാറി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു വെൻഡോ കാണാൻ പോയി, അങ്കമാലിലല്ലോ, പറവൂര്. അതും പക്ഷേ ഒരുമാതിരി അത്ര നല്ല വണ്ടി ആയിരുന്നില്ല. അങ്ങനെ ഒരു ഇതിലിരിക്കുമ്പോഴാണ് ഒരു ലോറ കാണുന്നത്, 1.9 TDI മറ്റേ PD ആ എഞ്ചിൻ വരുന്നത്. അപ്പോൾ അത് നല്ലതാണെന്ന് കേട്ടിട്ട് അതിന് മുന്നൊരു ലോറ ഉണ്ടായിരുന്നു. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ, അതൊരു സിംഗിൾ ഓണർ വണ്ടി, 2 ലക്ഷം കിലോമീറ്റർ ഓടിയത്. പക്ഷേ ഞാനത് എടുക്കാനുള്ള മൂടായിരുന്നു. അത് പുള്ളി വൃത്തിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടി. ഞാൻ ആ പുള്ളിനോട് ഏകദേശം വാക്കൊക്കെ പറഞ്ഞിട്ട് അന്ന് എനിക്ക് വെള്ളിയാഴ്ച പോകാനൊരു പറ്റിയില്ല. ഞാൻ പക്ഷേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്, ഞാൻ ശനിയാഴ്ച രാവിലെ തന്നെ വരാമെന്നും പറഞ്ഞു. പുള്ളിൻ്റെ അടുത്തൊരു വിലയും പറഞ്ഞു, ഞാനത് അപ്പം തന്നെ ഓക്കെയും പറഞ്ഞു. അപ്പോഴത്തേക്കും ആരോ ഒരാൾ വന്നു 10 രൂപ എങ്ങാണ്ട് കൂടുതൽ കൊടുത്തു, പുള്ളി അത് കൊടുത്തു എന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ വാക്കാൽ പറഞ്ഞോളൂ, അഡ്വാൻസ് ഇട്ട് കൊടുക്കണമെന്നൊന്നും ഞാനും ചോദിച്ചില്ല എന്ന് പുള്ളി പറഞ്ഞു. ഒരു പ്രശ്നമില്ല, അതേപോലെ ഒരു കമ്പനി ആയിട്ടാണ് പുള്ളി സംസാരിച്ചത്, അല്ലെങ്കിൽ അഡ്വാൻസ് ഇട്ട് കൊടുക്കണമെന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ലോറ ഒരു നല്ലൊരാളുടെ അടുത്ത് പോയി കണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതിന് ഇച്ചിരി പ്രൈസ് ഉള്ളതാണ്. പക്ഷേ ആ വണ്ടി അതേപോലെ മെയിൻറ്റൈൻഡ് ആയിരുന്നു. 2007 വണ്ടിക്ക് അത്രയും വില കൊടുക്കാൻ എനിക്കൊരു മൈൻഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പിന്നെ എടുക്കാണ്ട് പോകുന്നത്.